ഈ ഒരു ശബ്ദം കേട്ടാൽ പേടിക്കാത്ത BMW ഓണേഴ്സ് ആരും തന്നെ കാണത്തില്ല. കാരണം ഓടിക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ ഭയങ്കര നല്ല വണ്ടിയാണ് BMW എങ്കിലും ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. UK-യിൽ നമ്മുടെ വണ്ടിക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഈ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് തന്നെ നമ്മൾ പൈസ കൊടുക്കണം. അത് ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 10,000 രൂപയോളം വരും. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്. ഈ ഒരു കുഞ്ഞൻ സാധനത്തിൻ്റെ പേര് OBD സ്കാനർ എന്നാണ്. ഇത് നമ്മൾ വണ്ടിയിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിലുള്ള എറർ കോഡ് എന്താണെന്ന് ഇതുവഴി നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നത് പോലെ എന്താണ് വണ്ടിയിലുള്ള പ്രശ്നം എന്ന് നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ കോഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എററിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇങ്ങനെ എറർ കാണാൻ മാത്രമല്ല, ഈ എറർ കോഡ് വേണമെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ ക്ലിയർ ചെയ്യാനും പറ്റും. ക്ലിയർ ചെയ്തതിന് ശേഷം കുറച്ച് ദൂരം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ശരിക്കും വണ്ടിയിലുണ്ടെങ്കിൽ ആ ഒരു എറർ കോഡ് വീണ്ടും തിരിച്ചു വരും. ചെക്ക് എഞ്ചിൻ ലൈറ്റ് വീണ്ടും ഓൺ ആവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൺഫേം ചെയ്യാനും പറ്റും. എറർ കോഡ് റീഡ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഈ സാധനം കൊണ്ട് നമുക്ക് വണ്ടിയിലെ സെൻസറിലെ ലൈവ് ഡേറ്റ കാണാനും പറ്റും. അതായത് ഇപ്പോൾ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ, എൻ്റെ വണ്ടിയിൽ ഹീറ്റ് മാനേജ്മെൻറ്റ് മോഡ്യൂൾ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വണ്ടിയിൽ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ട് വണ്ടി ഓടിച്ച് നോക്കി അതിൻ്റെ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്ര വരെ പോകുന്നുണ്ട്, അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വാങ്ങിയ സമയത്ത് ഈ ഒരു സ്കാനറിൻ്റെ വില എന്ന് പറഞ്ഞാൽ 85 പൗണ്ടായിരുന്നു. ഏകദേശം ഒരു 9,000 രൂപയായിട്ട് അടുപ്പിച്ചു. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് വാങ്ങി വെച്ചോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് എന്തെങ്കിലും വണ്ടിയിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.